നെക്സ്റ്റ് ഈസ് പോളറോയിഡ് ഓർ പോളറൈസർ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോളറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഓക്കെ, ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ്, ട്രാൻസ്പാരൻ്റ് ആണ്. ഇതിൽ കൂടി അൺപോളറൈസ്ഡ് ലൈറ്റ് ഇതിൽ കൂടി കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, അൺപോളറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് ഓൺ ഡിഫറെൻറ്റ് ആക്സിസ്, പല പല ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ പോളറോയിഡ് എന്ന് പറഞ്ഞ ഷീറ്റിൽ കൂടി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പാസ് ചെയ്ത് പുറത്തോട്ട് വരുമ്പോൾ അതൊരു പോളറൈസ്ഡ് ലൈറ്റായി മാറും. പോളറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്ലെയിനിൽ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്ന രീതിയിലായി മാറും. മറ്റുള്ള പ്ലെയിൻസിലുള്ള ഓസിലേഷൻ അത് ഒഴിവാക്കും. മനസ്സിലായാലും ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം ഓസിലേറ്റ് ചെയ്യുന്ന ലൈറ്റ് ആവും. അതായത് പോളറൈസ്ഡ് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഷീറ്റ്, ഈ മെറ്റീരിയൽ, അതിനെ പറയുന്ന പേരാണ് പോളറോയിഡ്. ഞാൻ ആ ഡയഗ്രാം കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു സോഴ്സ്, ഇവിടുന്ന് വരുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. അതായത് ഞാനിത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് സെപ്പറേറ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നില്ല, അതുണ്ട് പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വേരിയിങ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാരിറ്റിക്ക് വേണ്ടി രണ്ട് പ്ലെയിനെ കാണിച്ചിട്ടുള്ളൂ. ദേ ആർ ചേഞ്ചിങ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതുപോലെയും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓസിലേറ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു. ഇതാണ് പോളറോയിഡ്, ഒരു പ്രത്യേകതരം ഷീറ്റാണ്. ഇതിൽ കൂടി അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ അത് പോളറൈസ്ഡ് ലൈറ്റായി മാറും. കണ്ടില്ലേ? ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുന്നത്. മറ്റേ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ അത് റിജക്റ്റ് ചെയ്തു. കണ്ടില്ലേ? ഒരു സിംഗിൾ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ട് മാത്രം ഇതിൽ കൂടി കടന്നു പോകുന്നു. മറ്റേ ഇലക്ട്രിക് ഫീൽഡ്, മറ്റേ പാർട്ടിനെ അത് ഇതിൽ കൂടി കടത്തി വിടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഷീറ്റ്, അങ്ങനത്തെ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് പോളറോയിഡ്. പോളറോയിഡ് കൺവേർട്ട് അൺപോളറൈസ്ഡ് ലൈറ്റ് ടു പോളറൈസ്ഡ് ലൈറ്റ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇതെങ്ങനെയാണിത് നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. A Polaroid consists of a long chain molecules aligned in a particular direction. Okay, the electric field vectors associated with the propagating light wave along the direction of the aligned molecules get absorbed. അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ട് പിന്നെ അങ്ങോട്ട് പോവില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് അസോസിയേറ്റ് വിത്ത് ദ പ്രൊപ്പഗേറ്റിംഗ് ലൈറ്റ് വേവ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ അലൈൻ മോളിക്യൂൾസ് ഗെറ്റ് അബ്സോർബ്ഡ്. അതായത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഇതിലുള്ള മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ട് ഇതിന് പുറത്തോട്ട് പോവില്ല. ദ വെർട്ടിക്കൽ പാർട്ട്, അതർ പാർട്ട് അത് അബ്സോർബ് ചെയ്യില്ല, അത് ഇതിൽ കൂടി പുറത്തോട്ട് പോകും. Thus, if unpolarized light wave is incident on such Polaroid, then the light wave will get linearly polarized with the electric vector oscillating along the direction perpendicular to the aligned molecules. ആ മോളിക്യൂൾസ് അലൈൻ ചെയ്ത ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ അബ്സോർബ് ചെയ്തിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, അത് മാത്രം ഇതിനെ കടത്തി വിടുന്നു. അപ്പോൾ ഈ ആക്സിസില്ലേ, ഈ വെർട്ടിക്കലായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ആക്സിസ് ഉണ്ടല്ലോ, ഇതിൽ കൂടി മാത്രമേ ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായാലോ? ഇതൊരു ചാനൽ പോലെ, കണ്ടില്ലേ? ഈ വെർട്ടിക്കലായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ചാനൽ പോലെയാണ്. ഇതിൽ കൂടിയുള്ള ഓസിലേഷൻസ് മാത്രമേ ഇത് പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഓസിലേഷൻസ് ഇത് പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. അതിനെ ഈ വിൻഡോയിൽ കൂടി പോകാൻ അനുവദിക്കുന്നില്ല. പക്ഷേ മനസ്സിലായല്ലോ, ഈ ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ കൂടി പുറത്തോട്ട് പോകുന്നു. സോ ദിസ് ഈസ് സെഡ് ടു ബി ദ പാസ് ആക്സിസ്. ഈ വെർട്ടിക്കലായിട്ട് കാണിച്ചിരിക്കുന്ന വിൻഡോ പോലെ കാണിച്ചിരിക്കുന്നതാണ് പാസ് ആക്സിസ്. അപ്പോൾ പാസ് ആക്സിസിന് കൂടിയുള്ള ലൈറ്റ് വേവ്സ്, ഐ മീൻ ഇലക്ട്രിക് ഫീൽഡിനെ അത് പെർമിറ്റ് ചെയ്യുന്നു.
അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ അത് പെർമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ.